എനിക്കെന്താ എന്റെ ഏട്ടത്തിയുടെ അടുക്കളയിലിട്ടെന്താ കാല് കുത്തിക്കൂടെ? എന്താ അപകശകനം പിടിച്ച കാലാണോ എന്റേത്? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. എന്താ അമ്മു ഇങ്ങനെയൊക്കെ? ആ, പിന്നെന്താ കുഴപ്പം? എന്റെ പൊന്നേട്ടത്തി, വീട്ടിൽ ചെയ്യുന്ന സെയിം പണിയൊക്കെ തന്നെ ഇവിടെ ഉള്ളൂ. പിന്നെ നമ്മൾ കുറച്ച് അധികം ആളായെന്നല്ലേ ഉള്ളൂ. എന്നാലും എനിക്കിതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. അതുകൊണ്ട് എനിക്കിത് ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിച്ചിട്ട് എന്നെ അടുക്കള കയറ്റാതിരിക്കാൻ ഏട്ടത്തി ശ്രമിക്കണ്ട. നടക്കില്ല. ഞാൻ വീട്ടിലും ജോലികളൊക്കെ ചെയ്യുന്നതല്ലേ. അല്ല, ഇന്നെന്താ ബ്രേക്ക്ഫാസ്റ്റ്? അപ്പവും കിഴങ്ങറിയാ? ആ, മോഹനേട്ടൻ്റെ ഫേവറേറ്റ് ഫുഡ്. താങ്ക് യു ഏട്ടത്തി. ഒന്നുമില്ലെങ്കിലും പറയാതെ തന്നെ സാധനം ഉണ്ടാക്കി തരുമല്ലോ, നന്ദി. അത് പിന്നെ എനിക്കറിയില്ലേ. ഇവിടെ നിന്ന് മുഷിയുന്നതിനെക്കാട്ടി നീ അവിടെ പോയാണ് ഇരിക്കുന്നത് നല്ലത്. അല്ല, രാവിലെ തന്നെ ആലിയും അരുണയും കണ്ടില്ലല്ലോ. അവർ രണ്ടുപേരും കളിക്കാൻ പോയിട്ടുണ്ടായിരുന്നു, നീ കണ്ടില്ലേ? ഇല്ല. ആ, അതെങ്ങനെ കാണും? ഞാനിപ്പോൾ എണീറ്റതേ ഉള്ളൂ. ആ, എന്തായാലും അപ്പവും കിഴങ്ങറി ഞാനും കൂടെ സഹായിക്കാം. എന്താ പോരെ? ശരി. അല്ല, മോഹൻ എവിടെ? മോഹനേട്ടൻ പുറത്ത് ഗാർഡൻ ചുറ്റിക്കാണാൻ ഇറങ്ങിയതാ. ആ, എന്നാ വാ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. ഓക്കേ. ഇവിടെയൊക്കെ നല്ല വൃത്തിയുണ്ട്. ഗാർഡനൊക്കെ പൊളിയാ. പക്ഷേ വീട് മാത്രം കൊള്ളില്ല. ഞാനല്ലേ ഇവിടെ നിൽക്കുന്നേ. ഏട്ടൻ ഗൾഫിൽ നിന്ന് വരട്ടെ. എന്നിട്ട് വേണം ഇതൊക്കെ ഒന്ന് പുതുക്കി പഴുപ്പിക്കാൻ. ഈ മോഹൻ ഇവിടെ ഉള്ളിടത്തോളം കാലം ഒരിക്കലും ഒരു സാധനവും പഴയതായി കിടക്കില്ല. പൊട്ടി പൊളിഞ്ഞതുപോലെ. എനിക്ക് വയ്യ. ആലേമോളൊരു വലിയ കലാകാരിയാണല്ലോ. സ്കൂളിലൊക്കെ എല്ലാരും എന്നെ പുകഴ്ത്തും, ഞാൻ നല്ല പാട്ടുകാരിയാണെന്നൊക്കെ പറഞ്ഞ്. നമ്മളുടെ കഴിവുകൾ നമ്മൾ പ്രകടിപ്പിച്ചാലേ നമുക്ക് എവിടെയും വിലയുണ്ടാവും. അത് സത്യം മോളെ. മോളൊരു കഴിവുള്ള കുട്ടിയാ, കൂടാതെ ധൈര്യശാലിയും കൂടിയാണ്. അതൊക്കെ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സ്വന്തം കഴിവുകൾ പ്രകടിപ്പിക്കാൻ. കൂട്ടുകാരെ കളിയാക്കിയാലോ എന്ന് കരുതി. പക്ഷെ മോൾ അങ്ങനെയല്ല. മോൾ എന്തായാലും മോൾ അച്ഛനെ പോലെ തന്നെയാ. ആ, മോളുടെ അച്ഛൻ തുറന്നടിച്ച് സംസാരിക്കുന്ന ഒരു സ്വഭാവക്കാരനാ. മാത്രമല്ല, അദ്ദേഹത്തിന് കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നാണക്കേടും വിചാരിക്കില്ല. തുറന്നങ്ങ് അടിച്ച് പാടും, അത്ര തന്നെ. അദ്ദേഹത്തിന്റെ പാട്ട് പാടുന്ന കഴിവ് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്കറിയില്ല മോളെ. കുറെ നാളുകൂടെ ഞാൻ ഇവിടെ നിൽക്കണമെന്ന് മോക്കുണ്ടോ ആഗ്രഹം? എനിക്ക് ആഗ്രഹമുണ്ട്. എങ്കിൽ മോളെ എന്റെ കൂടെ അങ്ങ് വാ, നമുക്ക് ഒരുമിച്ച് താമസിക്കാം. അവരെ നോക്കാനല്ലേ നിന്റെ ചേട്ടൻ അരുൺ ഇവിടെ ഉള്ളത്. പിന്നെ നീ ഇതിനെ പേടിക്കുന്നേ? ഞാൻ മോളുടെ അമ്മയോട് സംസാരിക്കാം, പോരെ? പിന്നെ മോക്ക് എന്നെ ഇന്ന് മുതൽ അമ്മയെന്ന് വിളിക്കാം. ഞാൻ മോളുടെ അമ്മയായിട്ട് കൂട്ടിക്കാം. കാരണം ഞാൻ മോളെ എന്റെ മോളുടെ സ്ഥാനത്താ കാണുന്നേ. ഇതിനൊക്കെ ആരാ വഴക്ക് പറയുന്നേ? മോൾ എന്നെ അമ്മയെന്ന് വിളിച്ചാ മതി. അതെ, നീ എന്താ ആലോചിക്കുന്നേ? അത് ഞാൻ ആലിയ മോളെ കുറിച്ച് ആലോചിക്കുമായിരുന്നു. ആലിയെ കുറിച്ച്? അവക്കെന്ത്? അല്ല, അവളെ ഞാൻ എന്റെ സ്വന്തം മോളെ പോലെയാ കാണുന്നേ. നമുക്കാണെങ്കിൽ കുട്ടികളും ഇല്ലല്ലോ. അതിനെന്താ? അല്ല, അവളെ നമുക്ക് അഡാപ്റ്റ് ചെയ്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നേ. നിനക്ക് എന്തൊക്കെയാ വട്ടാണോ? ഇവിടെ നിൽക്കാമെന്നേ ഉള്ളൂ, അല്ലാതെ കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന ഓർഫണേജ് അല്ല ഇത്, അത് ഓർത്തോണം. ഒന്നുമില്ലെങ്കിലും അതെന്റെ ചേട്ടന്റെ മോളല്ലേ. അവർക്ക് 2 മക്കളില്ലേ. ഒരാളെ എങ്ങനെ എടുക്കുന്നതിൽ എന്താ കുഴപ്പം? ഇതെന്താ മിഠാക്കടയിൽ 1 രൂപയുടെ മിഠായി വാങ്ങുന്ന പോലെ തമാശയാണെന്ന് വിചാരിച്ചോ നീ? മിണ്ടാതിരുന്നോ, ഇതൊന്നും അവര് കേൾക്കണ്ട. എന്തായാലും ഞാൻ ഇനി ഇവിടുന്ന് പോകുന്നില്ല. ഏട്ടൻ വരുന്നത് വരെ ഞാനിവിടെ നിൽക്കാൻ പോവാ. 2 മാസം നീ ഇവിടെ നിൽക്കുന്നു? എനിക്കൊന്നും പറ്റത്തില്ല. എനിക്ക് വേണ്ടി ഇവിടെ നിന്നൂടെ മോഹനേട്ടാ, പ്ലീസ്. ഏട്ടൻ വരുന്നത് വരെ ഇവിടെ നിന്നിട്ട് ഏട്ടൻ വരുമ്പോ കാര്യങ്ങളൊന്ന് പറഞ്ഞ് സോൾവ് ആക്കിക്കൂടെ? ഞാൻ ആലോചിക്കട്ടെ. ശരി.